വെൽക്കം ബാക്ക് ടു AJ's Samurai. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ മാരുതി എണ്ണൂറിൻ്റെ അടുത്ത പണി ചെയ്യാൻ വേണ്ടിയാണ്. അടുത്ത പണി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു സംഭവമില്ല, അതായത് ഈ പ്ലാറ്റ്ഫോം മൊത്തത്തിൽ പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഇപ്പം ഞാൻ കഴുകി സീറ്റൊക്കെ അഴിച്ച് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കഴുകി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്, അതായത് ഈ തുരുമ്പടിച്ച ഭാഗമൊക്കെ ഇല്ലേ, ഈ തുരുമ്പടിച്ച ഭാഗമൊക്കെ നമ്മൾ എപ്പോക്സി അടിച്ചിട്ട് മറ്റേ തുരുമ്പടിക്കാത്ത ഭാഗത്തും ആ എപ്പോക്സി അടിച്ചതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ ഇതുണ്ടോ ഈ കറുത്ത സാധനം എല്ലാം പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു തട്ടിയപ്പോഴത്തേനും ഇളകി പോകുന്നതാണ് ഈ സംഭവം. അപ്പം ഇത് ഇത്രയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം തുരുമ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അകത്ത് ബ്രേക്ക് ബൂസ്റ്റർ കയറ്റിയിട്ട് അതേപടിയാണ് നമ്മൾ ഈ സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അഴിച്ചേക്കുന്നത്. അപ്പം ഇനി അടുത്ത എന്നാന്ന് വെച്ചാൽ ഈ വെള്ളമെല്ലാം ഉള്ളത്, ഇത് കഴുകിയതിൻ്റെയാണ് ഈ വെള്ളമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വെള്ളമെല്ലാം ഉണങ്ങാനായിട്ട് ഇട്ടേക്കുവാണ്. ഇപ്പോൾ എല്ലാം സെറ്റപ്പായിട്ട് കഴുകി സോപ്പൊക്കെ ഇട്ടാണ് കഴുകിയത്. അടിപൊളിയായിട്ട് കഴുകി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ മെഷീൻ വെച്ചിട്ട് ഈ വെള്ളമെല്ലാം അടിച്ച് കളയാൻ പോവാണ്. നമ്മൾ പെയിന്റ് മേടിച്ചിട്ടുണ്ട്. പെയിന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇത് ആസ്പായുടെ മഹേന്ദ്ര ഗ്രേ എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ കളർ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ച് വരും. ഇതാവുമ്പം ഇതിൻ്റെ പുറത്ത് വൈറ്റ് അടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ അഡീഷണൽ കളറൊന്നും അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇനി ഇത് ഓക്കെ ആയി, ഈ ഒരു ഭാഗം ഓക്കെ ആയി. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഈ ഒരു ഭാഗം എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് പുറകെ മൊത്തം അതേപോലെ ആക്കി എടുക്കണം. ഞാനിപ്പോൾ പണി തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ചെറിയ തുരുമ്പൊക്കെ ഉള്ള ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫൈനൽ ടച്ചപ്പായിട്ടൊന്ന് ഉരച്ചു വിടുക. അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതൊക്കെ നല്ലപോലെ ഉണ്ട്. ഇവിടെ ഇത്രേ ഉള്ളൂ. പക്ഷെ അവിടെ ശാലം വെൽഡ് ചെയ്യാറായിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഗ്രേ കളർ അടിച്ചിടാം. എന്നായാലും ചെയ്യാൻ നേരത്ത് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അടിച്ചു വിടുക. അത് വൃത്തിയായി കേട്ടോ. ഉണ്ടോ അടിക്കുമ്പോഴത്തേനും ആ മെനകേടങ്ങ് മാറി കിട്ടുന്നുണ്ട് തുരുമ്പിൻ്റെ. ഇത് നമ്മളിപ്പോൾ അടിച്ചാലും നമ്മളിപ്പോൾ 2 കോട്ടാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സിംഗിൾ കോട്ട് ആകുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അടിച്ചാലും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും തുരുമ്പ് പോലെ ആവും. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി ഒന്നും കൂടെ അടിക്കുക. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇത് മെയിനായിട്ട് ഞാൻ തുരുമ്പുള്ള ഭാഗത്ത് അടിച്ചു വിടുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ 3 കോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ആദ്യം ഇതേപോലെ ഒരു കോട്ട് ഇതേപോലെ അടിക്കും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോട്ട് മൊത്തത്തിലൊരു ഫസ്റ്റ് കോട്ട് അടിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോഴത്തേനും ഇതിൻ്റെ മുകളിൽ, അതായത് ഈ തുരുമ്പടിച്ചതിൻ്റെ മുകളിൽ 3ാമത്തെ ഒരു കോട്ടും കൂടെ കയറും. അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതുണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇതാക്കി വിടുമ്പോഴത്തേനും ഉണ്ടോ, നമ്മൾ മെയിനായിട്ട് ആ മൂലയുള്ള ഭാഗത്താണ് മെയിനായിട്ട് നോക്കണ്ടേ. ഇതുകൊണ്ട് ഇവിടെ ഒരു മൂലയാണ് ഈ ഒരു ഭാഗത്ത്. ഇതുകൊണ്ടോ ഇങ്ങനെ അങ്ങ് അടിച്ചു വിടുക. ഓക്കെ, ഇത് എനിക്കിപ്പം പെയിൻറ്റ് മേടിച്ചതും, അതായത് ഈ പെയിൻറ്റ് 473 രൂപയാണ് ഈ പെയിൻറ്റ്, ഈ മഹേന്ദ്രയുടെ ഈ റെഡ് പെയിൻറ്റ്. അത് ഇന്നത്തെ വിലയ്ക്ക്, അതായത് 13/4/2026 ഇന്നത്തെ വിലയ്ക്ക് ഇത് കിട്ടിയത് എനിക്ക് 473
73 രൂപയ്ക്കാണ് ഈ പെയിൻറ്റ് കിട്ടിയത്. പിന്നെ ടിന്നറിൻ്റെ വില കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. അത് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന 223 ഇതിൻ്റെ അകത്ത് പ്രൈസ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയൊരു 120 പേപ്പർ മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വേസ്റ്റും. ഇത്രയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മേടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ 700 സംതിങ് രൂപ ആയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം അടിക്കുന്നതിൻ്റെ ചിലവ് മെയിനായിട്ടും. നമ്മൾ അടിക്കുകയാണെങ്കിൽ പിന്നെ ബ്രഷും കൂടെ ഉള്ളൂ. ബ്രഷും കൂടെ കൂട്ടിയാണെങ്കിൽ 700 സംതിങ് ആയത്. അപ്പം നല്ലപോലെ അടിക്കാൻ അറിയാമെങ്കിൽ, അതായത് പെയിൻ്റ് അടിക്കാൻ അറിയാമെങ്കിൽ ഇതേപോലെ അടിച്ചു വിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഇതൊക്കെ. ഈ ഒരു സംഭവമല്ല, ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ. എനിക്ക് ഇതിൻ്റെ പൈസ ആയത് 700 സംതിങ് രൂപയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കോട്ട് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞേക്കുകയാണ്. ഇതുണ്ടോ, ഫുള്ളൊരു കോട്ട് അടിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊരു കോട്ട് അടിച്ചു. പിന്നെ അടുത്ത കോട്ട് ഇവിടെ രണ്ടാമത്തെ കോട്ട് ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ കോട്ട് അടിച്ചിട്ടുണ്ട്. അതിനി ഇങ്ങോട്ട് കോട്ട് അടിക്കാനുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ തുരുമ്പെല്ലാം പോയിട്ട് ഇത് ഞാനിപ്പോൾ അടിച്ചത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ പെയിൻറ്റ് അവിടം വരെ എത്തിയപ്പോഴത്തേനും പെയിൻറ്റ് തീർന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഇവിടെയും കൂടെ എല്ലാം അടിച്ച് റെഡിയാക്കി എടുത്തു. അപ്പം ഇതിനി ഇവിടെ അടിച്ച് വരുമ്പോഴത്തേനും ഇവിടെ ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് മേളിൽ കൂടെ ഒരു കോട്ടും കൂടെ അടിക്കുക. അങ്ങനെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. വണ്ടി അടിപൊളിയായിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ തുരുമ്പിൻ്റെ ഒരു അംശം പോലും ഇല്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും തുരുമ്പാകും. അപ്പം ഒന്നും കൂടെ ഇളക്കി അടിക്കുക. അപ്പോൾ ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിടക്കും. അപ്പം ഇത്രേ ഉള്ളൂ. ഇതൊരു വേസ്റ്റാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയ്ക്ക് അടിക്കാൻ പറ്റില്ല. അവിടെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് അവിടെ ഞാൻ അടിക്കുന്നില്ലെന്ന് വെച്ചു. അപ്പോൾ ബാക്കി ഈ സൈഡിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല പുതുത്തം പോലായി. ഗൈസ്, പണിത് രാത്രിയായിരിക്കുകയാണ്. ഇതുണ്ടോ, ഫുള്ള് രാത്രിയാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രം സെറ്റ് മേടിക്കാനായിട്ട് ശകലം താമസം ഉണ്ടായിരുന്നു. ഒരു 2 ദിവസം താമസം ഉണ്ടായിരുന്നു. എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാം. എന്നിട്ട് ഡെയിലി പോകുന്ന കടയിൽ അവസാനമാണ് അന്വേഷിച്ചത്. അപ്പം അങ്ങനെ ഡ്രം സെറ്റ് സാധനം കിട്ടിയിരിക്കുകയാണ്. ഡ്രം സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഈ മറ്റേ പാള പോലുള്ള ഈ സാധനമാണ് ഡ്രം സെറ്റ്. ഇത് മാരുതി 800-ൻ്റെ ആണ്. അപ്പം മാരുതി 800 നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ആ സാധനം മൊത്തത്തിൽ മോശമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം അത് മൊത്തത്തിൽ നമ്മൾ മേടിച്ച് റെഡിയാക്കി കേട്ടോ. കണ്ടോ, ആ ഒരു ഫ്രണ്ടിൽ ആ വീലിൻ്റെ ആ ഭാഗമൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഈ പട്ടിയുടെ കാര്യം പറഞ്ഞാൽ where the neon glows. Every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Moonlight echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes keep my story in sight.